ഈ വീഡിയോ കാണുന്ന എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും നമസ്കാരം. DLED സെം 4 മെയിൻ എക്സാമിന് പേപ്പർ 405, 406, 410 ആണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പം ഏതൊരു പരീക്ഷ എഴുതുകയാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ ഗണിതം പേപ്പർ 405 ഗണിതം പഠനവും ബോധനവും കൊല്ലത്ത് നടന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെയും അതിൻ്റെ ഇരട്ടിയുടെയും തുക 21 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെയും അതിൻ്റെ ഇരട്ടിയുടെയും തുക 21 ആയാൽ സംഖ്യ ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ആൻസർ ചെയ്തു നോക്കാം. ചോദ്യം ഒന്നും കൂടെ നോക്കുക. ഒരു സംഖ്യയുടെയും, അപ്പോൾ സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല, സംഖ്യ എക്സ് എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഇരട്ടിയുടെയും, സംഖ്യയുടെ ഇരട്ടി എങ്ങനെയാണ് കാണുക? എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 2x ആണ് അല്ലേ. ഇരട്ടിയുടെയും തുക, തുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്ലസ് കൊടുക്കുക. എത്രയാണെന്നാണ് പറയുന്നത്? 21 അല്ലേ. ഒരു സംഖ്യയുടെയും അതിൻ്റെ ഇരട്ടിയുടെയും തുക 21 ആയാൽ സംഖ്യ ഏതാണ്? ഓക്കെ, ഇവിടെ ഇനി നമുക്കിത് ചെയ്യാം. x + 2x, ഒരു എക്സും 2xും ചേർന്നാൽ എത്രയാവും? 3x ആവും അല്ലേ. 3x = 21. ഓക്കെ, നമുക്കിനി എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. x = 21. ഈ 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ആവും അല്ലേ. /3 കൊടുക്കുക. ഓക്കെ, 21/3 എത്രയാണ് വരിക? 7. 3 7 21. അപ്പോൾ ഉത്തരം എന്താണ്? 7 ആണ്. ഓക്കെ, ഉത്തരം സി 7. രണ്ടാമത്തെ ചോദ്യം, 50നെ സൂചിപ്പിക്കുന്ന റോമൻ സംഖ്യ ഏതാണ്? ഉത്തരം ബി അല്ലേ. ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എൽ എന്നുള്ളതാണ്. ഓക്കെ, എൽ. ഓക്കെ, LCDM. എല്ലിൻ്റെ വാല്യൂ 50, സി 100, ഡി എത്രയാണ്? 500, എം 1000. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2⁷ + 2⁷ എത്രയാണ്? ഓക്കെ, 2⁷ + 2⁷ എത്രയാണ്? ഇത് എളുപ്പത്തിലും ചെയ്യാം, എന്നാൽ ഇത് ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതിയും പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന്. ചോദ്യം ഒന്നും കൂടി എഴുതാം. 2⁷ + 2⁷. ഈ ചോദ്യം നോക്കി ഉത്തരം വേഗത്തിൽ എഴുതാം, എങ്കിലും ശരിയായ രീതി ഒന്ന് പറയാം. ഇവിടെ എത്ര 2⁷ നമുക്ക് കാണാം? 2 എണ്ണം കാണാം അല്ലേ. അപ്പം നമുക്ക് 2 × 2⁷ എന്ന് എഴുതാം. ഈ 2 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 2⁴ ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് വെറും ഒരു സംഖ്യ മാത്രം എഴുതി കഴിഞ്ഞാൽ അത് മുകളിൽ എന്താണ്? 1 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ 2⁴ × 2⁷. ഇത് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരണം. ഏതാണ്? 2⁴m × 2⁴n. 2⁴m × 2⁴n. ഇതെങ്ങനെയാണ് വരിക? 2⁴m + n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ആൻസർ എന്താ വരിക? 2⁴1 + 7 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 2⁴1 + 7 = ആൻസർ എന്താണ്? 2⁸. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ ഇനി എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് പറയാം. ചോദ്യം എഴുതുക. 2⁷ + 2⁷. ഓക്കെ, ഇപ്പോൾ മുകളിലുള്ള നമ്പർ എത്രയാണ്? 7 ആണ് അല്ലേ. 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ 2⁸.
എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 7 + 1 8, 2⁸8. മറ്റൊരു ഉദാഹരണം 3⁴ + 3⁴ = 3⁴ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5, 3⁵. മറ്റൊരു ഉദാഹരണം 2⁴ + 2⁴ = 2⁴ + 1 50. ഓക്കെ, നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2⁸8. ഇനി നാലാമത്തെ ചോദ്യം 36-ന് ആകെ എത്ര ഘടകങ്ങളുണ്ട്? 36-ന് ആകെ എത്ര ഘടകങ്ങളുണ്ട്? 36-ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 × 36, 2 × 18 36 അല്ലേ? അതുപോലെ 3 × 12 36, 4-ൻ്റെ ഗുണിതം ചൊല്ലുമ്പോൾ 9 36, അപ്പം 4 × 9 36. 5-ൻ്റെ ഗുണിതത്തിൽ എന്തായാലും 36 എന്നുള്ളൊരു നമ്പർ വരില്ല. അതുപോലെ 6-ൻ്റെ ഗുണിതം ചൊല്ലിയാൽ 6 × 6 36. 7-ൻ്റെ ഗുണിതത്തിലും 36 ഇല്ല. 8-ൻ്റെ ഗുണിതത്തിലും എന്ത് വരുന്നില്ല? 36 വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പം നമുക്ക് ഇനി എത്ര ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കിയാലോ? 6 2 ഉള്ളത് കൊണ്ട് ഒരെണ്ണം കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 8 9. അപ്പോൾ 36-ന് ആകെ എത്ര ഘടകങ്ങളുണ്ട്? ഉത്തരം 9. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒരു സംഖ്യയുടെ വർഗവും വർഗമൂലവും ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1 എന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ 1 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം 1 വേർഡ് ടൈപ്പാണ്. ഒറ്റ വാക്കിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ 2 3 5 7 11 എന്നിവയാണ് സംഖ്യകൾ. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇവയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം 36-ൻ്റെ ഘടകങ്ങൾ നോക്കി അല്ലേ? 1 × 36 36, 2 × 18 36, അങ്ങനെ 36-ന് 9 ഘടകങ്ങളുണ്ട്. പക്ഷേ നമ്മളിവിടെ ആദ്യത്തെ നമ്പർ 2 എടുത്തു നോക്കൂ. 2-ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 മാത്രമാണ് അല്ലേ? 1 × 2. ഓക്കെ, 3 ആണെങ്കിലോ 1 × 3 3. ഇതുപോലെ 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായിട്ട് വരുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നോക്കൂ, അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും? 13 അല്ലേ? അടുത്ത പ്രൈം നമ്പർ 13. ഇതവിടെ കുറച്ച് 1 മുതൽ 100 വരെ ഉള്ള പ്രൈം നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏഴാമത്തെ ചോദ്യം അംശബന്ധങ്ങളുടെ തുല്യതയെ ഡാഷ് എന്ന് പറയുന്നു. അംശബന്ധങ്ങളുടെ തുല്യതയെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം എന്താണ്? അനുപാതം. ഉത്തരം അനുപാതം. എട്ടാമത്തെ ചോദ്യം ഡാഷിൻ്റെ സാമാന്യവൽക്കരണമാണ് ബീജഗണിതം. ഡാഷിൻ്റെ സാമാന്യവൽക്കരണമാണ് ബീജഗണിതം. ഉത്തരം അരിത്തമെറ്റിക്. 9 ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? കാൾ ഫ്രെഡറിക് ഗോസ് അല്ലേ? കാൾ ഫ്രെഡറിക് ഗോസ് ആണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ 1/0.1 വില എത്രയാണെന്നുള്ളതാണ്. എന്താണ് ഉത്തരം? 10 അല്ലേ? ഉത്തരം 10. കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ഇടുന്ന മറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.